കേരളത്തിൽ അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ലോക്സഭാ മണ്ഡലം, ബി ജെ പിയുടെ ഘടകകക്ഷി മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലം. അവിടെ ബി ജെ പിയുടെ മറ്റ് എ ക്ലാസ് മണ്ഡലങ്ങളിലെ പോലെ തന്നെ ചിട്ടയായ പ്രവർത്തനമാണ് നടന്നിരുന്നത്. അവിടെ ഈ ബി ജെ പിയുടെ പ്രവർത്തകർക്കൊപ്പം തന്നെ ഒരു സമുദായം ഒന്നടങ്കം വീട് വീടാന്തരം കയറി ഗൃഹസമ്പർക്കം ഒരുപാട് നടത്തിയ ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ഒരു വലിയ മുന്നേറ്റം തന്നെ BDJS ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് മറ്റൊന്നുമല്ല, കോട്ടയം ലോക്സഭാ മണ്ഡലമാണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി, BDJSന്റെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി മികച്ച മുന്നേറ്റം നടത്തുമെന്നും അവിടുത്തെ LDF 3ാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ ഇപ്പോൾ അവിടെ നിന്ന് BDJSന്റെ ഭാഗത്തുനിന്നും മറ്റും NDAയുടെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈഴവ സമുദായത്തിന് ഗണ്യമായ സ്വാധീനമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം. ഏതാണ്ട് 30% മുകളിൽ വോട്ടുകൾ ഈഴവ സമുദായത്തിനുണ്ട്. ആ വോട്ടുകളിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും തുഷാർ വെള്ളാപ്പള്ളിക്ക് തന്നെ ലഭിച്ചു എന്നൊരു കണക്കുകൂട്ടലിലാണ് ഈ BDJS നേതൃത്വവും ഒപ്പം മറ്റ് പാർട്ടികൾ, കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ അത്തരത്തിൽ തന്നെ കരുതുന്നു. കാരണം 2019 വലിയ തരംഗം അവിടെ ഉണ്ടായിരുന്നു. അത് ശബരിമല വിഷയത്തിൻ്റെ വലിയ തരംഗമുണ്ടായിരുന്നു. ആ സമയത്ത് 9,40,000 പേരാണ് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 8,23,000 പേർ മാത്രമാണ്. അന്ന് വലിയ തരംഗമുണ്ടായപ്പോഴാണ് തോമസ് ചാഴിക്കാടൻ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് തോമസ് ചാഴിക്കാടൻ 4,21,000 വോട്ട് പിടിച്ചു. പക്ഷേ CPMൻ്റെ നേതാവ് VN വാസവൻ അന്ന് 3,14,000 വോട്ടാണ് പിടിച്ചത്. ഈ 3,14,000 വോട്ട് എന്ന് പറഞ്ഞാൽ ശബരിമല വിഷയം കത്തി നിൽക്കുന്ന 2 ജില്ലകളിൽ ഒന്ന് പത്തനംതിട്ടയും കോട്ടയമായിരുന്നു. അതിൽ കോട്ടയത്തെ വലിയ തരംഗം, അതായത് ഈ ശബരിമല വിഷയം ഉണ്ടായിട്ടും കോൺഗ്രസിന് അനുകൂലമായ വലിയ തരംഗമുണ്ടായിട്ടും VN വാസവൻ പിടിച്ചത് 3,14,000 വോട്ട്. അതായത് കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള പാർട്ടി വോട്ടുകൾ മാത്രമാണ് അന്ന് വാസവന് ലഭിച്ചത്. അന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്ന PC തോമസ് 1,54,000 വോട്ട് പിടിച്ചു. അത് 17% വോട്ടായിരുന്നു പിടിച്ചത്. പക്ഷേ ഇത്തവണ ഈഴവ മെജോറിറ്റിയുള്ള വൈക്കം, കോട്ടയം, ഏറ്റുമാനൂർ, പാലയിലൊക്കെ കനത്ത പോളിംഗ് നടക്കുകയും ഈ പോളിംഗിൽ ബഹുഭൂരിപക്ഷം വോട്ടുകളും തുഷാർ വെള്ളാപ്പള്ളിക്ക് തന്നെ ലഭിച്ചു എന്നാണ് അവർ കരുതുന്നത്. ഏതായാലും 2019 75.29% വോട്ടിംഗ് നടന്നിടത്ത് 2024 ആയപ്പോഴേക്കും 10% കുറഞ്ഞ 65.61% വോട്ടാണ് നടന്നിരിക്കുന്നത്. അത് 8.23 ലക്ഷം വോട്ടുകളാണ് കോട്ടയത്ത് നടന്നിരിക്കുന്നത്. ഏതായാലും BDJSന്റെ കണക്കൂട്ടലനുസരിച്ച് അവർ 2.5 ലക്ഷം to 3 ലക്ഷം വോട്ടിനടുത്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി 2ാം സ്ഥാനത്തേക്ക് എത്തും എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. മറ്റ് പാർട്ടി നേതാക്കളോട് സംസാരിക്കുമ്പോഴും അവരും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. തുഷാർ വെള്ളാപ്പള്ളി വലിയ രീതിയിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്, വലിയ രീതിയിൽ തന്നെ വോട്ട് നേടിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് എത്തിയേക്കാമെന്ന് മറ്റ് പാർട്ടികളും പറയുന്നു. ഏതായാലും BJPക്കൊപ്പം തന്നെ BDJS വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു മണ്ഡലം ഒരുപക്ഷെ കോട്ടയമായി മാറിയേക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.